ജനുവരി 16 കുമാരനാശാൻ ചരമദിനം. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച, മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന, മലയാളത്തിലെ ഏറ്റവും മഹാനായ കവിയെന്ന് കീർത്തി കേട്ട മഹാപ്രതിഭയാണ് മഹാകവി കുമാരനാശാൻ. മലയാള കവിതയിലെ സ്നേഹഗായകൻ, ആശയഗംഭീരൻ, വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നിവയും അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്ത് കായിക്കരയിൽ ജനിച്ച അദ്ദേഹത്തിന് മാതാപിതാക്കൾ നൽകിയ പേര് കുമാരു എന്നായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസാനന്തരം വൈക്കത്ത് സംസ്കൃത പാഠശാല ആരംഭിച്ച് സംസ്കൃതം പഠിപ്പിച്ചതോടെ അദ്ദേഹം കുമാരനാശാൻ ആയി. ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം നേടുകയും ഗുരു തൻ്റെ മറ്റൊരു ശിഷ്യനായ ഡോക്ടർ പൾപ്പുവിനൊപ്പം മദ്രാസിലും കൽക്കട്ടയിലും അയച്ച് പഠിപ്പിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് സാഹിത്യവുമായി പരിചയം നേടിയ ആശാൻ 1907 പ്രസിദ്ധീകരിച്ച വീണപൂവ് എന്ന കാവ്യം മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ദുരവസ്ഥ, കരുണ, ലീല, നളിനി, പ്രരോദനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളും മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളുമാണ്. 1903 SNDP യോഗം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു. 1922 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായി. 1922 വെയിൽസ് രാജകുമാരൻ പട്ടും വളയും സമ്മാനിച്ചു. 1924 ജനുവരി 16 ആലപ്പുഴയിലേക്ക് പോകും വഴി പല്ലനയാറ്റിൽ റെഡിമർ എന്നു പേരായ ബോട്ട് മുങ്ങി മരണമടയുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കലിൽ ആശാൻ താമസിച്ചിരുന്ന വീടും അതിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുള്ള ആശാൻ സ്മാരകവും ഇന്നൊരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. പ്രേം നസീർ ചരമദിനം. മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകനായി അറിയപ്പെടുന്ന മലയാളത്തിലെ മഹാത്ഭുതമായ ചലച്ചിത്ര താരമാണ് പ്രേം നസീർ. 1926 ഏപ്രിൽ 7 തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അമേച്ചർ പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ അഭിനയരംഗത്തേക്കും നാടകരംഗത്തേക്കും അവിടെ നിന്ന് സിനിമാ രംഗത്തേക്കും വരികയായിരുന്നു. 1951 അന്നത്തെ സൂപ്പർ താരമായ സത്യനോടൊപ്പം അഭിനയിച്ച ആദ്യ സിനിമയായ ത്യാഗസീമ പുറത്തു വന്നില്ല. അതേ വർഷം അഭിനയിച്ച മരുമകൾ എന്ന സിനിമ വലിയ വിജയമായി. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടൻ തിക്കുറിശ്ശി നിർദ്ദേശിച്ച പേരാണ് പ്രേം നസീർ. തുടർന്ന് 1989 ജനുവരി 16 മരിക്കുന്നതുവരെ മലയാള സിനിമയിലെ അത്ഭുത സാന്നിധ്യമായിരുന്ന പ്രേം നസീർ ധാരാളം റെക്കോർഡുകളുടെയും ഉടമയായി. 600 സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ പേരിലും 130 സിനിമകളിൽ ഒരേ നായികയ്ക്കൊപ്പം അഭിനയിച്ചതിൻ്റെ പേരിലും 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കി. ഒരു വർഷം 30 സിനിമകളിൽ നായക വേഷത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിലും 80 നായികമാർക്കൊപ്പം അഭിനയിച്ചതിൻ്റെ പേരിലും 25 സിനിമകളിൽ ഇരട്ട വേഷം ചെയ്തതിൻ്റെ പേരിലും മറ്റു 3 റെക്കോർഡുകൾ കൂടി ഉണ്ട്. CM സ്റ്റീഫൻ ചരമദിനം. ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ മലയാളിയാണ് CM സ്റ്റീഫൻ. 1952 ആദ്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ മലയാളിയായ AKG ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക പദവി ഉണ്ടായിരുന്നില്ല. ആകെ സീറ്റുകളുടെ 10% കുറയാതെ സീറ്റുകൾ നേടുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനാണ് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിൻ്റെ പദവി ലഭിക്കുന്നത്.
ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിന് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ പദവിയും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. അത്തരത്തിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് രാം സുഭഗ് സിംഗും ആദ്യ മലയാളി CM സ്റ്റീഫനുമാണ്. 1918 ഡിസംബർ 23 മാവേലിക്കരയിൽ ജനിച്ച് കോൺഗ്രസ് ദേശീയ നേതാവായി ഉയർന്ന CM സ്റ്റീഫൻ കേരള നിയമസഭാംഗമായും ലോക്സഭാംഗമായും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1984 ജനുവരി 16 അദ്ദേഹം അന്തരിച്ചു.